കാഞ്ചിയാർ കോവിൽമലയിൽ കാട്ടാനശല്യം രൂക്ഷമായതോടെ പ്രദേശത്ത് കിടങ്ങ് നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഓരോ പ്രാവശ്യവും കാട്ടാനശല്യം രൂക്ഷമാകുമ്പോൾ കിടങ്ങ് നിർമ്മിക്കുമെന്ന് പറഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകരെ കബളിപ്പിക്കുന്നതായാണ് ഉയരുന്ന ആരോപണം. കോവിൽമലയിലെ ജനവാസ കേന്ദ്രത്തിന് ചുറ്റും വനമാണ്. 12 മാസം ഇവിടെ ഓരോ പ്രദേശങ്ങളിൽ മാറി മാറി കാട്ടാനശല്യം ഉണ്ടാകാറുണ്ട്. ജനവാസ മേഖലയ്ക്ക് ചുറ്റും കിടങ്ങ് തീർക്കണമെന്ന ആവശ്യം ഉയർന്നിട്ട് വർഷങ്ങളായി. ഓരോ പ്രാവശ്യവും കാട്ടാന നാട്ടിലിറങ്ങുമ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കിടങ്ങ് തീർക്കാമെന്ന് വാഗ്ദാനം നൽകും. എന്നാൽ ഇതുവരെ കിടങ്ങ് പോയിട്ട് വൈദ്യുതി വേലി പോലും ഇവിടെ തീർത്തിട്ടില്ല. ഇതിന് ട്രെഞ്ച് കിട്ടുമോ? അവരോട് നമ്മൾ പറഞ്ഞു മടുത്ത കേസല്ല. ഇനി നമ്മൾ ഒരു കാര്യം എപ്പോഴും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ കൊണ്ടുവന്ന് വെട്ടമിട്ട് തരാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇതുവരെ നടന്നിട്ടില്ല. അന്ന് ആന കയറി, കഴിഞ്ഞ വർഷം ആന കയറുമ്പോൾ പറഞ്ഞത് ഈ പോസ്റ്റേലെല്ലാം വെട്ടമിട്ട് തരാൻ. ഒറ്റ ഒരെണ്ണം പോലും വന്ന് ഇതുവരെ ഒരു പോസ്റ്റേലും വെട്ടമിട്ട് വന്നിട്ടില്ല. ആന കയറുകയറാ എന്നും പറഞ്ഞിട്ട് അവിടെ ട്രെഞ്ച് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് ആ മരിത്ത് വരെ അനങ്ങിയിട്ടില്ല. ഒരു സർക്കാരും ഇതിനെക്കുറിച്ച് ഒന്നും അനങ്ങുന്നില്ല. അവിടെ ഒരു ജീവൻ പോകണം, എങ്കിൽ മാത്രമേ ഇതിനൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. ആന വരുമ്പോൾ രക്ഷപ്പെടാൻ വൈദ്യുതി വിളക്കും പ്രദേശത്തില്ല. വനം വകുപ്പും പഞ്ചായത്തും വഴിവിളക്കിടാനും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആരോപണം. ആക്കോട്ടെ ജീവിക്കണ്ടേ? കാരണം എന്ന് വെച്ചാൽ മൊത്തതിയാണ് കണ്ടു കയറി കിട്ടുന്ന ആരെയും ചോദിച്ചു തരിക. അത് പണ്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു വരുന്നു. നമ്മുടെ ജീവൻ പോയാലോ പണ്ട് നമുക്ക് വരില്ല. ഇതൊക്കെ ഉള്ളു നമുക്ക് പറയാൻ. ഇപ്പം നമുക്ക് ആ കമ്പി കൊണ്ട് കുറേ കൊണ്ടിട്ടുണ്ട്. അത് വലിച്ചു പോയതേ ഉള്ളൂ. കറണ്ട് ഒന്നില്ല, എല്ലാം പറഞ്ഞു പോയി. ഒരാഴ്ചക്കാലം കൊണ്ട് ഉണ്ടാക്കിയതെല്ലാം കാട്ടാനകൾ കൺമുമ്പിൽ നശിപ്പിക്കുമ്പോൾ നിസ്സഹാരായി നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. ആദിവാസി മേഖലയിൽ വർഷങ്ങളായി താമസിക്കുന്ന നാട്ടുകാരാണ് കൂടുതലും ദുരിതത്തിലായിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച വൈദ്യുതി വേലി ഇതുവരെയും പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. വൈദ്യുതി വേലിയല്ല ഇവിടെ ആവശ്യം, കിടങ്ങാണ് നിർമ്മിക്കേണ്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.